യിരെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ആ, നിന്നെ ജയിക്കയില്ലതാനും. പ്രൈസ് ദി ലോർഡ്. ആ, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നും കൂടെ അതിൻ്റെ മുകളിലുള്ള വാക്യവും അതിൻ്റെ തൊട്ട് താഴെയുള്ള വാക്യം കൂടെ ഒന്ന് ജസ്റ്റ് വായിക്കുക. ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും ആ. യഹൂദ രാജാക്കന്മാർക്കും ആ. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ആ. ദേശത്തിലെ ജനത്തിനും നേരെ ആ. ഉറപ്പുള്ള ഒരു പട്ടണവും ആ. ഇരുമ്പ് തൂണും താമ്ര മതിലുകളുമാക്കിയിരിക്കുന്നു. ആ. അവർ നിന്നോട് യുദ്ധം ചെയ്യും. ഇരുമ്പ് തൂണാക്കിയിരിക്കുന്നു, പിന്നെ താമ്ര മതിലുകളും ആക്കിയിരിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാനും. നിന്നെ ജയിക്കയില്ലതാനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, ഇസ്രായേൽ ജനത്തിൻ്റെ അകത്ത് തന്നെ രണ്ട് കൂട്ടം, ഒന്ന് ഇസ്രായേലും രണ്ട് യഹൂദന്മാർ. ഇവർ രണ്ട് പേരും ഒരേ ദൈവത്തിൻ്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവരുടെയൊക്കെ മധ്യത്തിൽ പലപ്പോഴും യുദ്ധമുണ്ടാകാറുണ്ട് പരസ്പരം. പണ്ടത്തെ പഴയ നിയമത്തിനകത്ത് പരസ്പരം അടിക്കുന്നവരായിരുന്നു. പക്ഷെ ആ അടിക്കുന്നവരുടെ നടുവിൽ എപ്പോഴും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ആർക്കാണ് ജയമെന്ന് ചോദിച്ചാൽ വാഗ്ദത്തമുള്ളവനാണ് ജയം. എന്ന പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയാം, ഇവിടെ ഇരിക്കുന്ന എനിക്കും നിനക്കും നമ്മുടെ ലൈഫ് ലോങ് യുദ്ധമുണ്ട്. മരണം വരെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്കും നിനക്ക് യുദ്ധമുണ്ട്. പക്ഷേ യുദ്ധത്തിനകത്ത് യുദ്ധമില്ലാത്തവരാരുമില്ല. പക്ഷേ യുദ്ധം ജയിക്കുന്നത് ദൈവമക്കളാണ്. വാഗ്ദത്തമുള്ളവന് ഒരു ജയമുണ്ട്. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ളവൻ 100% ജയിക്കും. വാഗ്ദത്തമില്ലാത്തവന് പെടുമരണമാണ്. ഹല്ലേലൂയ. അവൻ വെറുതെ യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. അവൻ ജയിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിനക്ക് വാഗ്ദത്തമുള്ളവനാണോ? നിനക്ക് യുദ്ധമില്ല. നിന്റെ യുദ്ധം ഈ വർഷം ദൈവം ചെയ്യാൻ പോവുക. നിന്റെ യുദ്ധം, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകും. നീ ഇനി യുദ്ധം ചെയ്യണ്ട, ഇനി നീ നിലവിളിക്കണ്ട, നീ ഇനി യുദ്ധം ചെയ്യണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ യുദ്ധം എന്ന് പറയുന്നത് ദൈവം ചെയ്യാൻ പോകുന്നു. നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുന്നു. ശത്രു ചിതറുന്നു, ദൈവം എഴുന്നേൽക്കുന്നു. ശത്രു ചിതറുന്നു, ദൈവം എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ഒരു കരം കൊടുത്ത് പറ, നിന്റെ യുദ്ധം, വാഗ്ദത്തമുള്ള നിന്റെ യുദ്ധം ദൈവം ചെയ്യാൻ പോവുക. നിനക്ക് വേണ്ടി ദൈവം എഴുന്നേക്കാൻ പോകും. ഹല്ലേലൂയ. ദൈവത്തിനുള്ളവർക്ക് യുദ്ധത്തിൽ ജയമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് വായിക്കാം. നമുക്ക് പുറപ്പാട് പുസ്തകം 17:18 വായിക്കാം. ഒന്ന് യോഹന്നാൻ 4:4 വായിച്ചേ. ഒന്ന് യോഹന്നാൻ 4:4. ആർക്കൊക്കെയാണ് ജയമുള്ളത് മുന്നോട്ട് ചിന്തിക്കാൻ പോവുക. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാർ ആകയാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാണ്? ഈ ദൈവത്തിൽ നിന്നുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? അവർ ഫലം കായ്ക്കുന്നവരാകും. ദൈവത്തിൻ്റെ മക്കൾ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ആര് വിളിക്കപ്പെടും? സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആരാണ് ഭാഗ്യവാന്മാർ. കുറേ 9 ഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്താണ് സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിൻ്റെ മക്കൾ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ നിങ്ങളിലുള്ളവന്റെ പ്രത്യേകത അത് ലോകത്തെ ജയിച്ചവനാകുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചതിനൊന്നും പരാജയമില്ല. ലോകത്തിലുള്ള ഒന്നും ലൗകികമായിട്ട് ഓടി നടക്കുന്നവന്മാർ പരാജയപ്പെടും. പക്ഷെ ദൈവത്തിൽ നിന്നുള്ളവന് പരാജയമില്ല. ദൈവത്തിൽ നിന്നുള്ളവന് ജയം മാത്രമേ ഉള്ളൂ. ദൈവത്തിൽ നിന്നുള്ളവൻ സകലത്തെയും ജയിക്കും.
അവൻ ജയാളിയാകും. ക്രിസ്തുവിലുള്ളവൻ ജയിക്കും. ക്രിസ്തുവിലുള്ളവൻ ജയിക്കും. ക്രിസ്തുവിലുള്ളവൻ ജയിക്കും. ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെ ജയിക്കും. ക്രിസ്തുവിൽ ജനിച്ചവരൊക്കെ അനുഗ്രഹിക്കപ്പെടും. നീ ലോകത്തെ ജയിക്കുന്ന ജയം നിന്റെ അകത്ത് ദൈവം വെച്ചിരിക്കുകയാണ്. നീ ലോകത്തെ ജയിക്കും. ലൗകികമായ കാര്യങ്ങളെ നീ ജയിക്കും. ലോകമോഹങ്ങളെ നീ ജയിക്കും. അശുദ്ധമായതിനെ നീ ജയിക്കും. ശത്രുവിനെ നീ ജയിക്കും. രോഗത്തെ നീ ജയിക്കും. പിശാചിനെ നീ ജയിക്കും. പാപത്തെ നീ ജയിക്കും. ഹല്ലേലൂയ. ലോകത്തിൽ നിന്ന് ജനിച്ചതിനൊന്നും ഇത് ജയിക്കാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതല്ല, ഈ ലോകത്തിലുള്ളവരാണ്. ലോകത്തിൽ ജീവിക്കുന്നവനൊന്നും ഒന്നിനും ജയിക്കാൻ പറ്റത്തില്ല. അവരാ പാപത്തിലും ശാപത്തിലും കണ്ടിന്യൂസ് ആയിട്ട് പോയി ചീഞ്ഞ് നാറുന്ന വിഷയങ്ങളെയൊക്കെ എടുത്ത് തൻ്റെ സ്വന്തം തോളിലോട്ട് വെച്ച് മറ്റുള്ളവരുടെ പരകാര്യം നോക്കി ബൈനാക്കുലർ കൊണ്ട് നാട്ടുകാരെല്ലാം രഹസ്യം കണ്ടുപിടിച്ച് നടക്കുന്ന ശാപയോഗ്യന്മാരൊന്നും ഒന്നിനും ജയിക്കത്തില്ല. പക്ഷേ ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെ സകലത്തെയും ജയിക്കും. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ദൈവജനമെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവർ മാത്രം. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പിശാചിന്റെ മകൻ അല്ല, നീ ദൈവത്തിന്റെ മകനാണ്. ലൂസിഫറിന്റെ മകനല്ല, നീ യേശു ക്രിസ്തുവിന്റെ മകനാണ്. ക്രിസ്തുവിന്റെ മകൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആരാണ് ജയിക്കുന്നത്? യുദ്ധം എല്ലാവർക്കും ഉണ്ട്, നിനക്കുണ്ട്, എനിക്കുണ്ട്, ജീവിതകാലം മുഴുവനും ഉണ്ട്. പക്ഷെ ജയിക്കണമെങ്കിൽ ജനനം നടക്കണം. ജയിക്കുന്നവരൊക്കെ ഒരു ജനനം നടന്നവരാണ്. ഈ ഭൂമിയിൽ നിനക്കൊരു ജനനമുണ്ട്, നിന്റെ അപ്പന്റെയും അമ്മയുടെയും ജനനം. ആ അപ്പനും അമ്മയുടെയും DNA-യും ജീനും ഇതെല്ലാം നിന്റെ അകത്ത് വന്ന് നിനക്കൊരു ജനനം. അവരുടെ സീഡിൽ നിന്നും നിനക്കൊരു ജനനം. ആ ജനനത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ മദ്യപിക്കുന്നു, വെള്ളം അടിക്കുന്നു, മദ്യപിക്കുന്നു, കഞ്ചാവ് അടിക്കുന്നു, നമ്മളെ ഇഷ്ടത്തിന് നടക്കുന്നു, വൃത്തികെട്ട കൂട്ടുകൾ കൂടി നടക്കുന്നു, അടിപിടി കൂടി നടക്കുന്നു, പബ്ലിക്കിലും പരസ്യമായി അടികൂടി നടക്കുന്നു, ചീത്ത വിളിക്കുന്നു, പരദൂഷണം പറയുന്നു, നുണ പറയുന്നു. ഇതെല്ലാം നടന്ന് ഉള്ള തിയേറ്റർ മുഴുവൻ കയറി ഇറങ്ങി സിനിമ കണ്ട്, അല്ലെങ്കിൽ പാർക്കുകൾക്കകത്ത് കറങ്ങി നടന്നും, കലങ്ങ് ജംഗ്ഷനിൽ ഇരുന്നും, അങ്ങനെ തുടങ്ങി ലോകം മുഴുവനും കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന പിശാചിന്റെ മക്കളായിരുന്നവരാ നമ്മൾ. അതായത് നമ്മൾ രക്ഷിക്കപ്പെടാത്ത നമ്മുടെ പിതാക്കന്മാരുടെ ജീനും DNA ഒക്കെ അകത്തുള്ളത് കൊണ്ട് അവർ ചെയ്തത് തന്നെ നമ്മൾ അനുകരിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഹിന്ദു ആയിരുന്നപ്പോൾ നമ്മൾ ഊറ്റം കൊണ്ടു, വ്യർത്ഥ പാരമ്പര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അതിൽ നമ്മൾ അഹങ്കരിച്ചു, നിഗളിച്ചു. ഞാൻ ഇന്ന കുടുംബം, ഇതാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ക്രിസ്ത്യാനിയാണ്, പാരമ്പര്യ ക്രിസ്ത്യാനിയാണ്. പാരമ്പര്യങ്ങളിലും വ്യർത്ഥമായ പലതിലും നമ്മൾ ഊറ്റം കൊണ്ടു. ഹല്ലേലൂയ. ആരുടെ മകനായിരുന്നപ്പോൾ? പിശാചിന്റെ മക്കളായിരുന്നപ്പോൾ. നിന്റെ ജീവിതത്തിൽ പിശാചിന്റെ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നീ പിശാചിന്റെ മകനാണ്. എന്നാൽ ദൈവത്തിന്റെ മക്കളാണ് നീ എങ്കിൽ, ഹല്ലേലൂയ, നീ ജനിച്ചത് നിന്റെ പിതാവിന്റെയും മാതാവിന്റെയും സീഡിലാ. ആ സീഡിന്റെ ഗുണം നീ കാണിക്കും. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കൽ നീ സുവിശേഷം കേട്ട് യേശുക്രിസ്തു എന്ന രക്ഷകനെ നീ സ്വീകരിക്കുമ്പോൾ നിനക്കൊരു ജനനമുണ്ട്. അത് രണ്ടാമത്തെ ജനനമാണ്. ആ ജനനം നിന്റെ അകത്ത് നടക്കുമ്പോൾ, നീ സ്നാനപ്പെടുമ്പോൾ, നീ പഴയ മനുഷ്യനെ കുഴിച്ചിടുമ്പോൾ, നിന്റെ പഴയത് കുഴിച്ചിട്ടിട്ട് ഹല്ലേലൂയ പുതിയ മനുഷ്യനായി നീ മാറുമ്പോൾ നിന്റെ അപ്പന്റെ സ്വഭാവം മാറും, പിശാചിന്റെ സ്വഭാവം മാറും, ദുരാത്മാവിന്റെ സ്വഭാവം മാറും. ഇന്ന് പകൽ ആത്മാവിന്റെ ദൂത് പറയുക, ഇതിനകത്ത് ചില ദൈവമക്കൾ എഴുന്നേൽക്കട്ടെ. ദൈവമക്കൾ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. അതവിടെ എഴുതി. കുഞ്ഞുങ്ങളെ വായിച്ചോ അത്. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു. എത്ര പേര് അടുത്ത? ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാ. ദൈവത്തിൽ നിന്ന് ജനിച്ചതാ.
ആ ദൈവത്തിൽ നിന്ന് അവനെ ജയിപ്പിച്ചിരിക്കുന്നു. ആ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഈ രണ്ടാമത്തെ ജനനം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിലുള്ള ലോകത്തിൽ ജീവിച്ച നമ്മളെ, ലോകത്തിലുള്ള ഒന്നിനെ, മദ്യപാനത്തിനെ നമുക്ക് ജയിക്കാൻ പറ്റുന്നില്ല, പാപത്തിനെ ജയിക്കാൻ പറ്റുന്നില്ല, ദുസ്വഭാവങ്ങളെ ജയിക്കാൻ പറ്റുന്നില്ല. അയ്യോ പിന്നെ ഭാഷ, എനിക്ക് ആ സ്വഭാവം അങ്ങോട്ട് നിർത്താൻ പറ്റുന്നില്ല. ചിലർ മൊബൈൽ ഫോണിന് അഡിക്ഷനാകും, ചിലർ ഇൻ്റർനെറ്റ്, ചില ഫോണോഗ്രഫിക്ക് അഡിക്ഷനാകും, ചിലർ മദ്യപാനത്തിന് അഡിക്ഷനാകും. ഇതൊന്നും എനിക്ക് നിർത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർ ക്രിസ്തുവിൽ ജനിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മകനാകുമ്പോൾ നിന്റെ ഉള്ളിൽ യേശുവിന്റെ DNA പ്രവർത്തിക്കാൻ തുടങ്ങും. നിന്റെ അപ്പന്റെ DNA ആണെങ്കിൽ നീ പിശാചിന്റെ മകനായി നീ വൃത്തികെട്ടതും ചെയ്ത് നീ നികളും അഹങ്കാരവും കാണിച്ച് മരണം വരെ നീ ആ മൂക്കി പഞ്ഞി വെക്കുന്ന ഒരു സ്വഭാവം കാണിക്കും. പക്ഷേ ദൈവത്തിന്റെ മകനാണെങ്കിൽ, യേശുവിൽ നീ രക്ഷിതാവായി സ്വീകരിച്ച് നിനക്കൊരു ജനനമുണ്ടായാൽ, നീ സ്നാനപ്പെട്ടാൽ, നീ പോലും അറിയാതെ നിന്റെ ഉള്ളിൽ യേശുവിന്റെ ശക്തി, യേശുവിന്റെ സ്വഭാവം, യേശുവിന്റെ DNA ആക്ടിവേറ്റ് ആകും. യേശു ക്രിസ്തുവിന്റെ DNA നിന്നിൽ ആക്ടിവേറ്റ് ആകും. നിന്റെ പിതാവിന്റെ DNA ഫെയിൽ ആകും. നിന്റെ കർത്താവ് സ്വർഗസ്ഥനായ പിതാവിന്റെ DNA ആക്ടിവേറ്റ് ആകും. ആക്ടിവേറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ലോകത്തിലുള്ള ഒന്നിനും നിന്നെ ജയിക്കാൻ പറ്റത്തില്ല. പാപത്തിനോ ശാപത്തിനോ മരണത്തിനോ കെട്ടുപോകുന്ന ബീജത്താലല്ല, കെടാത്ത ബീജം. നീ ഇനി കെട്ടുപോകുന്നവനല്ല, നീ വാടിപ്പോകുന്നവനല്ല, നീ പരാജയപ്പെടുന്നവനല്ല, നീ തകർന്നു പോകുന്നവനല്ല, നീ ഒരു ജയമായി മാറും. നീ കെട്ടുപോകത്തില്ല, നീ വാടിപ്പോകത്തില്ല. ഓ ഹല്ലേലൂയ. ദൈവം പറയുന്നു, കെട്ടുപോകുന്ന ബീജമാണ് നിന്റെ പിതാവിന്റെ ബീജം. പക്ഷേ ഇതാ രണ്ടാമത്തെ ജനനത്തിൽ കെടാത്ത ബീജം. അതായത് നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ നീ വാടിപ്പോകത്തില്ല, നീ ഇനി കെട്ടുപോകത്തില്ല, നീ ഉണങ്ങിപ്പോകത്തില്ല, നീ ക്ഷീണിച്ചു പോകത്തില്ല. കാരണം നിന്റെ ഉള്ളിൽ ഒരു വിത്ത് വീണു. എത്ര വലിയ തീയുടെ അനുഭവം ഉണ്ടായാലും, എത്ര വലിയ പ്രതികൂലമുണ്ടായാലും, എത്ര വലിയ കഷ്ടമുണ്ടായാലും, എത്ര വലിയ നിന്ദയുണ്ടായാലും, എത്ര വലിയ അപവാദമുണ്ടായാലും, എത്ര വലിയ പരിഹാസമുണ്ടായാലും, യേശുവിന് അധികാരമുള്ള നാമത്തിൽ നീ വാടിപ്പോകത്തില്ല, നീ കെട്ടുപോകത്തില്ല. നിന്റെ തല ഉയരും, നിന്റെ തല ഉയരും, നിന്റെ തല ഉയരും. ഹല്ലേലൂയ. യേശുവേ. അടുത്തതിന് പറഞ്ഞ ഞാൻ വാടിപ്പോകത്തില്ല. ഒരു പാട്ടുണ്ടല്ലോ, വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ. മകനെ DGS ദിനകരന്റെ പാട്ടാണ് തോന്നുന്നത് അല്ലേ? DGS ദിനകരൻ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളിന്റെ താടിയിൽ പിടിച്ചിട്ട് വാടിപ്പോകരുത് പറഞ്ഞു. വാടിപ്പോകരുത്, വാടിപ്പോകരുത്, കെട്ടുപോകരുത്, ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ. കാരണം നിന്റെ അപ്പൻ വേറെ ലെവലാ, നിന്റെ ഫാദർ വേറെ ലെവലാ. ഓ, ക്രൂശിൽ കിടന്നപ്പോൾ പോലെ വാടിപ്പോയില്ല. നാട്ടുകാരെല്ലാം തലകുലുക്കി കളിയാക്കി ചിരിച്ചിട്ട് തന്നെത്താൻ രക്ഷപ്പെടാൻ പറ്റാത്തവനെ നിനക്ക് കഴിയുമെങ്കിൽ ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോഴും ക്രൂശിൽ 3 ആണിമേൽ തൂങ്ങിക്കിടന്ന നമ്മുടെ അപ്പനുണ്ടല്ലോ, അവരെ നോക്കി അനുഗ്രഹിച്ചു. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയില്ല പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. യൂദേ, ഒറ്റിക്കൊടുത്ത യൂദേ, കാലുവാരുന്നവനെ, നീ ചെയ്യുന്നത് എന്തെന്ന് നിനക്കറിയില്ല എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം
അതാ നിന്റെ അകത്ത് വേവരിക്കുന്നത്. ആര് കാലുവാരിയാലും, ആര് ചതിച്ചാലും, ആര് വഞ്ചിച്ചാലും, ആര് ഉപദ്രവിച്ചാലും നീ വാടി പോകത്തില്ല. കാരണം നിന്റെ അപ്പൻ ജെന്റിൽമാനാ, ജയിച്ചവൻ, ക്രൂശിനെ ജയിച്ചവൻ, ഓ ജയാളിയായ ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വാടി പോകരുത്. ഹല്ലേലൂയ. മരുഭൂമിക്കകത്ത് നിന്നെ കൊണ്ടിട്ടാലും നീ പറയണം, ഇവിടെ എന്റെ ദൈവം കരുതും. നിന്റെ സ്ഥിതി എന്താണെങ്കിലും നിന്റെ DNA വർക്ക് ചെയ്യണം. നിന്റെ DNA വർക്ക് ചെയ്യണം. യേശുവിന്റെ DNA. എല്ലാവരും പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ DNA വർക്കാകട്ടെ. കെട്ടുപോകാത്ത ബീജം എന്നിൽ വ്യാപരിക്കട്ടെ. ഞാൻ വാടിപ്പോകത്തില്ല, ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല. പ്രതികൂലങ്ങൾ എത്ര വന്നാലും, പ്രശ്നങ്ങൾ എത്ര വന്നാലും എന്നിലുള്ളവൻ ലോകത്തെ ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ, സകലത്തെയും ജയിച്ചവൻ. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മുകളിലാണ് എന്റെ അപ്പൻ. മൈ ഡാഡി. എല്ലാവരും മൈ ഡാഡി. ഐ ലവ് യു ഡാഡി. എന്റെ ഡാഡി എല്ലാത്തിലും വലിയവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറയട്ടെ, മൈ ഡാഡി എല്ലാത്തിനും വലിയവൻ, എല്ലാത്തിനും ഉയർന്നവൻ. എന്റെ അപ്പൻ എന്റെ കരം പിടിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ദോഷവും വരികയില്ല. അവൻ എനിക്ക് വേണ്ടി കരുതുന്നവൻ. ഞാൻ ജയാളിയുടെ മോനാണ്. ഞാൻ ജയിച്ചവന്റെ പക്ഷത്താണ്. എനിക്ക് തോൽവിയില്ല. എനിക്ക് വിരോധമായി എഴുന്നേൽക്കുന്നവർ ഞാൻ അന്വേഷിച്ചാലും ഇനി അവരെ കണ്ടുകിട്ടത്തില്ല. അവരെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ എന്റെ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതാണ് നമ്മുടെ പ്രത്യേകത. പുറപ്പാട് 16:18 11 വായിക്കേ. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. പ്രൈസ് ദി ലോർഡ്. കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്തു വെച്ചു. അവൻ അതിന്മേൽ ഇരുന്നു. അഹരോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി. അങ്ങനെ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി. ഹല്ലേലൂയ. അപ്പോൾ ഈ ജയിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വലിയൊരു അമോലിക്കരുമായിട്ടുള്ള ഭയങ്കര യുദ്ധം നടക്കുകയാണ്. യുദ്ധത്തിനകത്ത് മോശ എഴുന്നേറ്റ് നിൽക്കുന്ന, യുദ്ധം ചെയ്യുന്നത് യോശുവയാണ്. മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യം, നിന്റെ കരം പൊങ്ങുമ്പോൾ നിനക്ക് ജയമുണ്ടാകും. നിന്റെ കരം താഴുമ്പോൾ നിനക്ക് തോൽവി ഉണ്ടാകും. എന്താണ് ദൈവം ഉദ്ദേശിച്ച കരം ഉയർത്തുക എന്ന് പറഞ്ഞാൽ? പ്രാർത്ഥന. ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ശത്രു താളടിയായി മാറും. നിന്റെ ശത്രു തകരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ക്ഷീണിച്ചു പോകരുത്, വാടി പോകരുത്. ജയിക്കാൻ ഒരു വഴിയുണ്ട്. മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കുന്നവനെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കത്തില്ല. കാരണം നീ ദൈവത്തിൽ നിന്നുള്ളവനാണ്. ദൈവം നിന്നെ ജനിപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം നിന്റെ മേലുണ്ട്. നീ ഏത് വലിയ യുദ്ധത്തിന് പോയാലും നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, നിന്റെ വിശുദ്ധ കരങ്ങൾ ഉയരുമ്പോൾ, നിന്റെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി നീ പ്രാർത്ഥിച്ചാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ ഭയങ്കരന്മാരാണെങ്കിലും ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുക, മോശേ, നീ പ്രാർത്ഥിച്ചാൽ നിന്റെ മുമ്പിൽ ഉള്ള സകല പ്രശ്നങ്ങളും വിഷയങ്ങളും ഇന്ന് പകൽ വെട്ടിക്കളയും. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം ഇതിനകത്തുനിന്ന്
ഇന്ന് പകൽ എഴുന്നേക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? പ്രാർത്ഥന റൂമിൽ കയറാൻ നീ തയ്യാറാണോ? മുട്ടുമടക്കാൻ നീ തയ്യാറാണോ? ഹിസ്കിയാവിന്റെ ആയുസ് നീട്ടിക്കൊടുത്തതുപോലെ നിന്റെ പാപ വഴികളെ വിട്ട് നീ മാനസാന്തരപ്പെട്ട് നീ മുഴങ്കാല് മടക്കി ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് വരുമെന്ന് പറഞ്ഞ അകൃത്യങ്ങളും അനർത്ഥങ്ങളും നിന്നെ വിട്ട് മാറും. ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നിന്റെ കൈ പൊങ്ങിയിരുന്നാൽ, നിന്റെ കരങ്ങൾ വിശുദ്ധ കരങ്ങൾ ഉയർത്തിയിരുന്നാൽ, നിന്റെ കരങ്ങൾ താഴാരുതിരുന്നാൽ, സ്വർഗത്തിലെ ദൈവം ചില വാതിലുകളെ ഈ നാളുകൾ നിനക്കായി തുറക്കാൻ പോയ. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. നിന്റെ വിശുദ്ധ കരങ്ങൾ ഉയർത്തിയാലുണ്ടല്ലോ ശത്രു തീർന്നു. തവളെ പോലെ പെരിച്ച് ഇങ്ങനെ നെഞ്ചും പിരിച്ച് കിടക്കുന്ന ശത്രുവിൻ്റെയൊക്കെ കാര്യം പടാന്നൊരു വെടി കേൾക്കണേ. ഹല്ലേലൂയ. എല്ലാ ശത്രുവിൻ്റെയും കാര്യം തീരും നീ വിശുദ്ധ കരങ്ങൾ ഉയർത്താൻ തുടങ്ങുമ്പോൾ, നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ. ഹല്ലേലൂയ സ്തോത്ര. സകല ശത്രുവിനെയും ദൈവാത്മാവ് ഇന്നാളുകളിൽ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. മാർച്ച് 31 കഴിയുമ്പോൾ ഒരു പുതിയ ഏപ്രിൽ മാസം, ഒരു ന്യൂ ബിഗിനിങ് നിനക്കായി ദൈവം തുടങ്ങാൻ പോകുന്നു. അതിനു മുമ്പ് ദൈവം ചിലതിനെ വെട്ടിക്കളയും. ദൈവം ചിലതിനെ വെട്ടി ദൂരെ മാറ്റിക്കളയും. നിന്റെ മുന്നോട്ടുള്ള അനുഗ്രഹത്തിന് ഉയർച്ചയ്ക്കും തടസ്സമായി നിൽക്കുന്ന ചിലതൊക്കെ നിന്നെ പിന്തുടരുന്ന ചില ശക്തികളെ അതിന്റെ വഴികൾ അടയുകയാ. സകല ശത്രുവിന്റെ വഴികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയട്ടെ. പിന്തുടരുന്ന പൈശാചിക ശക്തികളുടെ വഴികൾ യേശുവിന്റെ നാമത്തിൽ അടയട്ടെ. ഹല്ലേലൂയ ജീസസ് നെയിം. ഏഞ്ചൽസ് ഇറങ്ങിയിട്ടുണ്ട്. ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോവുക. എപ്പോഴൊക്കെ മോശ ക്ഷീണിക്കുമ്പോൾ അവർ രണ്ടുപേര് അങ്ങോട്ട് ചെന്ന് ആ മോശയുടെ കൈ ഒന്ന് താങ്ങിക്കൊടുക്കും. ഇന്ന് പകല് ദൈവസഭയും അഭിഷിക്തന്മാർക്കും വേണ്ടി ഒരു താങ്ങായി നിൽക്കാൻ, അവർ വീണുപോകാതെ, അവർ തകർന്നു പോകാതെ, അവരെ ക്ഷീണിപ്പിക്കാതെ, അവരെ കാലുവാരാതെ നീ അവർക്കൊരു താങ്ങായി നിന്നാൽ നീ അതിന് റെഡിയാണോ? നീ ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക് കൈത്താങ്ങ് കൊടുക്കാൻ ഇന്ന് ഈ പകൽ നീ റെഡിയാണെങ്കിൽ നിന്നെ നിന്റെ തലമുറകളെ ദൈവം മാനിക്കാൻ പോയ. നോക്ക, ഒരു യുദ്ധം ജയിക്കാൻ എന്താ പരിപാടി? താഴ്വാരത്തിൽ യുദ്ധം നടക്കുന്നു. പക്ഷേ പാറപ്പുറത്ത് ഒരു അഭിഷിക്തം മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ കൈ പൊക്കിയപ്പോൾ ഹല്ലേലൂയ വേണമെങ്കിൽ മോശയെ പിടിച്ച് തള്ളി അങ്ങ് ഉരുട്ടി അങ്ങ് വിടാം. കൂടെ രണ്ടെണ്ണം ഉണ്ടല്ലോ, അവർ വിചാരിക്കുകയാണ് അയ്യോ ഈ പുള്ളി അങ്ങ് തട്ടിപ്പോയിരുന്നെങ്കിൽ എനിക്ക് കയറായിരുന്നു. കുറേ നാൾ കൊണ്ട് പുള്ളി കിടന്ന് മോശ വടിയും കൊണ്ട് നടക്കുന്നു. എങ്ങനെ ഈ പുള്ളിക്ക് അപ്പോഴാരുമില്ല. കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവനെ കാലുവാരി തള്ളിയിടാൻ നല്ല സമയമാണ്. താഴെ നിന്ന് വീണ് മരിക്കുകയും ചെയ്യും, ആരും അറിയുകയില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉരുണ്ട് വീണ് മരിച്ചെന്ന് പറയുകയും ചെയ്യാം. അതിനാണോ ശ്രമിച്ചത്? കൂടെ നിന്നവരെന്ത് ചെയ്തു? അഭിഷിക്തന്റെ കൈ താണ് ക്ഷീണിച്ചപ്പോൾ താങ്ങി കൊടുത്തു. നിന്റെ വിളി അതാ. ദൈവസഭയിൽ വരുന്ന വിശ്വാസിയുടെ വിളി, ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന അഭിഷിക്തന്മാരെ കൈത്താങ്ങ് കൊടുക്കണം. അവരെപ്പോഴൊക്കെ കൈ പൊങ്ങി നിന്നോ അപ്പോഴൊക്കെ ജയമുണ്ടായി. എപ്പോഴൊക്കെ കൈ താണോ അപ്പോഴൊക്കെ പരാജയമുണ്ടായി. അഭിഷിക്തന്മാരുടെ കരങ്ങൾക്ക് ബലം പോരാ എന്ന് തോന്നുമ്പോൾ വിശ്വാസിയായ നിന്നോട് ദൈവം പറയും താങ്ങ. പ്രാർത്ഥിച്ച് ഒരു സപ്പോർട്ട് കൊടുക്ക, അവരെ സപ്പോർട്ട് ചെയ്. അഭിഷിക്തന്മാർക്ക് സപ്പോർട്ട് കൊടുക്ക, വിശുദ്ധന്മാർക്ക് സപ്പോർട്ട് കൊടുക്ക, അവരെ കൂടെ ചേർന്ന് നിൽക്ക. അല്ല എങ്കിൽ ന്യായവിധി വെളിപ്പെടുമെന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ.
മോശയുടെ കരങ്ങൾ ഉയർന്നിരുന്നു. മോശയുടെ കരങ്ങളിൽ വടിയുണ്ടായിരുന്നു. ആ വടിയിൽ എഴുതി വെച്ച കാര്യങ്ങൾ, വചനം. മോശയുടെ ആ ദൈവവചനവും പ്രാർത്ഥനയും, ദൈവവചനവും പ്രാർത്ഥനയും, ദൈവവചനവും പ്രാർത്ഥനയും. അത് ഇന്ന് പകൽ നിന്റെ അകത്ത്, നിന്റെ ഭവനത്തിൽ, കുടുംബത്തിൽ കയറിയാൽ നിന്റെ ഭവനത്തിലെ സകല പരാജയങ്ങളും മാറും. ഗർഭഫലങ്ങൾ അടഞ്ഞതെല്ലാം തുറക്കും. അടഞ്ഞ ഗർഭഫലങ്ങൾ തുറക്കും. അടഞ്ഞ സകല വഴികളും തുറക്കും. വിവാഹങ്ങൾ നടക്കും. തലമുറയുടെ വിഷയങ്ങൾ തുറക്കും. അതിനെ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയാം. വചനത്തിന്റെ വടിയും ഹല്ലേലൂയ വെളിപ്പാട് നിന്റെ അകത്ത് കയറണം. പ്രാർത്ഥന നിന്റെ അകത്ത് കയറണം. എന്നാൽ ഇന്ന് പകൽ നിന്റെ ഭവനത്തിനകത്ത് അടഞ്ഞ ചിലത് ആത്മാവ് തുറക്കാൻ പോയ. അപ്പൊ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് കത്തിയാലേ ഇതിനൊക്കെ ഒരു കാര്യമുള്ളൂ. അപ്പൊ വചനം വായിക്കണം, പ്രാർത്ഥിക്കണം. എല്ലാവരും പറഞ്ഞു ജയിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കും. അടുത്തിട്ട് ജയിക്കാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. എന്ത് ചെയ്യണം? ഒന്ന്, വെളിപ്പാട് വേണം. നിന്റെ അകത്ത് നീ ലോകത്തിന്റെ മകനല്ല, പിശാചിന്റെ മകനല്ല, ലൂസിഫറിന്റെ മകനല്ല, നീ യേശുവിന്റെ മകനാണ്. ഹല്ലേലൂയ. നിന്റെ അകത്ത് DNA ഉണ്ട്. അത് ക്രിസ്തുവിന്റെ DNA ആണ്. നിന്റെ അപ്പന്റെ DNA വെച്ച് നടന്നാൽ നീ നശിച്ച് നാരായ പേര് പിടിക്കും. പക്ഷെ യേശുവിന്റെ DNA നിന്റെ അകത്ത് കയറിയാൽ നീ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. രണ്ട്, പ്രാർത്ഥിക്കണം. പറഞ്ഞാട്ടെ, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. രണ്ട്, പിന്നെന്താണ്? വചനം വായിക്കണം. നിന്റെ വായിൽ നിന്ന് എന്താണ് പുറപ്പെടേണ്ടത്? ദൈവത്തിന്റെ വചനം തീ പോലെ നിന്റെ വായിൽ നിന്ന് പുറപ്പെടണം. അപ്പോൾ നിന്റെ മുമ്പിലുള്ള ശത്രു തകരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 13:8 വായിച്ചാട്ടെ. രണ്ടാമത് എന്താണ് ചെയ്യേണ്ടത്? ജയിക്കാൻ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. 1, വചനം വായിക്കണം. 2, പ്രാർത്ഥിക്കണം. പിന്നെ നിങ്ങൾ ഇപ്പോൾ ദാവീദിന്റെ പുത്രന്മാരുടെ കൈവശമുള്ള യഹോവയുടെ രാജ്യത്വത്തോട് എതിർത്തു നിൽപ്പാൻ വിചാരിക്കുന്നു. നിങ്ങൾ വലിയൊരു സമൂഹം തന്നെ. 2 ദിനവൃത്താന്തം 13:8 യൊരോബിയാം നിങ്ങൾക്ക് ദൈവവുമായിട്ടുണ്ടാക്കിയ പൊൻകാള കുട്ടികളും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. നിങ്ങൾ അഹരോന്റെ പുത്രന്മാരായ യഹോവയുടെ പുരോഹിതന്മാരെയും ലേവിയരെയും തള്ളിക്കളഞ്ഞ് അന്യദേശങ്ങളെ ജാതികളുടെ മര്യാദ പ്രകാരം നിങ്ങൾക്ക് പുരോഹിതന്മാരെ ആക്കിയിട്ടില്ലയോ? ഒരു കാളക്കുട്ടിയോട് 7 ആട്ടുകുട്ടന്മാരോടും കൂടെ കരപൂരണത്തിന് വന്ന ഏവനും ദൈവമല്ലാത്തവയ്ക്ക് പുരോഹിതനായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവർ അന്യ ദൈവങ്ങളുടെ പുറകെ പോയി, അന്യ ദൈവങ്ങളെ ആശ്രയിച്ചു. അഹരോൻ എന്ത് ചെയ്തു? ഒരിക്കൽ സീനായ് മലയിൽ മോശ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മോശയെ മാത്രമേ വിളിച്ചു, വേറെ ഒറ്റെണ്ണത്തിനെ വിളിച്ചില്ല. 30 ലക്ഷം പേരുണ്ട്. പക്ഷേ വിളിക്കാനും പർവ്വതത്തിൽ കയറാനും യോഗമുള്ള ഒറ്റയാളാണ്. പുള്ളി കൊലപാതക കേസിലെ പ്രതിയാണ്. പക്ഷേ ദൈവത്തിന് ഫേവർ തോന്നി, ദൈവത്തിന് കരുണ തോന്നി. ഹല്ലേലൂയ. നമ്മൾ പലരെയും വിധിക്കും, അവരിങ്ങനെയാണ്. പക്ഷേ ദൈവം ചിലപ്പോൾ ചിലരോട് ഫേവർ തോന്നും. അങ്ങനെയുള്ളവരാ ദൈവം ശുശ്രൂഷകരായി തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. 30 ലക്ഷം ജനത്തിന് ഇത്രയും ക്വാളിറ്റി, ഈ മോശയെക്കാളും ക്വാളിറ്റി ഉള്ളവരുണ്ടല്ലോ. മുൻദേശിക്കാരനായ മോശയെക്കാളും നല്ല കോപമില്ലാത്തവർ, കൊലപാതക കേസിൽ പ്രതിയല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ. പക്ഷേ മോശയെ ആ ദൈവം തിരഞ്ഞെടുത്തത്. മുകളിലോട്ട് പോയി 10-40 ദിവസമായി കാണാനില്ല. ജനമെല്ലാം കൂടെ ആകപ്പാടെ എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് അസ്വസ്ഥരായി. കാരണം ഈ കൊറോണ കാലത്ത് നമ്മൾ കുറേ അസ്വസ്ഥത കാണിച്ചില്ലേ? ആലയം തുറന്നെങ്കിൽ പോവായിരുന്നു, ആരാധിക്കാൻ. എത്ര ദിവസമായി ആരാധിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കർത്താവിനെ എൻ്റെ പള്ളിയിൽ പോകാൻ കൊതിയാകുന്നു. പാഷയുടെ മെസ്സേജ് കേൾക്കാൻ കൊതിയാകുന്നു. പാഷയെ എന്ന് തുറക്കും. തുറന്നപ്പോൾ എല്ലാം വന്നിരുന്ന് ഉറക്കം. കാരണം ഈ അനാവശ്യമായ ഈ ഭക്തിയും ഭയവും ഒക്കെ കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഭാഷ എന്ന് ആരാധന എത്ര നാളായി കൊതിയാവുന്നു. പക്ഷെ വന്നിരുന്ന് ഉറക്കമാണ്. 45 ഡിഗ്രി തരിഞ്ഞിരുന്ന് ഉറക്കമാണ്. 100 കോട്ട് വായു ഇടും. പ്രൈസ് ദി ലോർഡ്. അപ്പം ആലയം തുറക്കാൻ ഭയങ്കര ആഗ്രഹം. പക്ഷെ ആരാധിക്കാനാണോ? ചുമ്മാ വീട്ടിൽ നിന്ന് വെളിയിറങ്ങി ഇവിടെ വന്നിരുന്ന് ഏസിക്കകത്ത് ഉറങ്ങായി. അല്ല, ദൈവത്തെ ആരാധിക്കാനാണോ കൊതി? അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഒരു കൂട്ടം ജനമുണ്ട്. ഈ ജനത്തിനും അങ്ങനെ തന്നെ. ഞങ്ങൾക്കിപ്പോൾ ആരാധിക്കണം, ഇപ്പം ദൈവത്തെ കാണണം. ഇവർക്ക് വേണ്ടിയാണ് അവിടെ കൽപ്പലകയിൽ മോശ എന്ന അഭിഷിക്തനോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ ജനത്തിന് വേണ്ടി 10-40 ദിവസമായപ്പോൾ ജനത്തിന് അങ്ങോട്ട് തിടുക്കം.
എന്നിട്ട് പറയുക, യഹരോന് പറഞ്ഞു, ഞങ്ങളുടെ കാതിലും ഒക്കെ കയ്യിലും, അത് ഇവിടുന്ന് കൊണ്ടുവന്നത് മിസ്രൈമിൽ നിന്നും മോട്ടിച്ചുകൊണ്ട് വന്നത്, അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ്, ഭീഷണിപ്പെടുത്തി അവരെ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ ഇവരുടെ കയ്യിലും കാലിലും കിടക്കുന്ന എല്ലാ ഗോൾഡും ഇവിടുന്ന് കൊണ്ടുവന്നതാണ് മിസ്രൈമിലുള്ളവർ എല്ലാം മന്ത്രവാദികളും ആഭിചാരം ചെയ്യുന്നവരാണ്. എപ്പോൾ ഈ കുണുക്കും അതും ഇതൊക്കെ വാങ്ങിച്ചോ അന്ന് മുതൽ യവന്മാരെ കൂടെ ഈ പിശാച് കയറി. ഈ പിശാച് കയറിയിട്ട് ഈ മരുഭൂമിയിൽ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്കൊരു ദൈവം വേണം, ആരാധിക്കണം. അപ്പം യഹോവയിലുള്ള ആശ്രയം ഇവിടെ പോയി നഷ്ടപ്പെട്ടു. അതായത് ജയമുണ്ടാകണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. പള്ളിയിലല്ല ആശ്രയിക്കേണ്ടത്. ലോകം മുഴുവനും ചർച്ചുകളും പള്ളികളും ക്ഷേത്രങ്ങളും ആൾക്കാർ റോഡിൻ്റെ നടുക്ക് വരെ ബസ് പോകാൻ പറ്റാത്ത രീതിയിൽ ആലയങ്ങളുണ്ട്. ആലയങ്ങളില്ലാത്തതിൻ്റെ കുറവല്ല ഈ ലോകത്തുള്ളത്. എവിടെ ചെന്നാലും അല്ലേ, പോണ വഴിയിലൊക്കെ വെടിയിലെ ശബ്ദം കേൾക്കാം നമ്മൾ പോണ വഴിയിലൊക്കെ അല്ലേ. അതുപോലെ ബസ് ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഒരു 2 രൂപ തൊട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഭൂമി മുഴുവനും മനുഷ്യൻ തന്നെ പണം ഉണ്ടാക്കി ഉള്ള ആലയങ്ങളും പള്ളികളും അമ്പലങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും ഒരു കുറവില്ല. എന്നാലും ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനാണ് മനുഷ്യൻ ആഗ്രഹം. എന്നാൽ അവൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ അവൻ അറിയുന്നില്ല. അവൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തെ അവൻ അറിയുന്നില്ല. അവൻ്റെ അകത്ത് ദൈവം വസിക്കുക, പക്ഷേ അവൻ തപ്പി നടക്കുക. ദൈവം ആരാണ്? ദൈവം എവിടെയുണ്ട്? എവിടെ വിടുതലുണ്ട്? എവിടെയുണ്ട്? ആരുണ്ട്? ആ പ്രവാചകനുണ്ടോ? ഈ പ്രവാചകനുണ്ടോ? ആ ദൂതുണ്ട്. ഇപ്പം വിശ്വാസികളുടെയൊക്കെ മൊബൈലിൽ നോക്കിയാൽ എൻ്റെ കയ്യിലുള്ളതിനേക്കാളും കൂടുതൽ പാഷന്മാരുടെ നമ്പർ അവരെ കൈ കാണും. മനസ്സിലായോ? ഒരു വലിയ ലിസ്റ്റ് തന്നെ കാണും. പ്രവാചകന്മാരുടെ ദൂത് പറയുന്നവരെ ഇപ്പോൾ വിശ്വാസികളുടെ കയ്യിലാണ് ഈ മൊബൈൽ ഫോണിനകത്തെല്ലാം പാഷന്മാരുടെ നമ്പരാണ്. സ്വന്തം പാഷയുടെ നമ്പരോ ഇല്ല. സ്വന്തം ചർച്ചിൽ വരുന്ന ആ പാഷയുടെ നമ്പരില്ല. പക്ഷേ അയ്യോ പാഷ എൻ്റെ നമ്പരില്ല. പക്ഷെ ആ മൊബൈൽ വാങ്ങിച്ച് നോക്കിയാൽ എല്ലാ പാഷന്മാരുടെ നമ്പർ അവരെ കാണും. കാരണം എങ്ങനെയെങ്കിലും ദൂത് കേട്ട് വിടുതലാകുക. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു സ്വഭാവം, ഒന്നിലും തൃപ്തിയില്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. പ്രവാചകന്മാരിലും പാഷന്മാരിലും ശുശ്രൂഷകരിലും ഒരാൾ പ്രാർത്ഥിച്ചാൽ പോരാ, ഒരു 3-4 പേരെങ്കിലും പ്രാർത്ഥിച്ചാലേ ചിലർക്ക് ഒരു സന്തോഷം ഉണ്ടാകും. എന്താ അതിന് കാരണം? നീ ഇന്ന് വരെ ദൈവത്തിൽ ആശ്രയിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നിന്നെ കാണുന്നൊരു അഭിഷിക്തന്മാർക്ക് മനസ്സിലാകും, ഈ വ്യക്തി ദൈവവുമായിട്ട് ബന്ധമുള്ളവനാണ്. ദൈവത്തിൽ ആശ്രയമില്ലാത്തവനെ എങ്ങനെ കാണാം? ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ ഇവിടെ തോന്നതിൽ റോഡിൽ വരെ ആരെ കണ്ടാലും ദൂതുണ്ടെങ്കിൽ അവരെ ഫ്രണ്ടിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിക്കൂ, ഒരു ദൂത്, അയ്യോ ദൈവം എന്ത് പറഞ്ഞ് എന്നൊക്കെ കേട്ടോ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഉണ്ടല്ലോ, രാവിലെ തൊട്ട് രാത്രി 12 മണി വരെ മീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ദൂത് പറയാനേ സമയമുള്ളൂ. പക്ഷെ അടുത്ത വർഷം പോകുമ്പോൾ ഈ ഭൂത് ഇളവും. അപ്പം ദൂത് കേൾപ്പ് മാത്രമേ ഉള്ളൂ, പ്രാർത്ഥനയേ ഉള്ളൂ. എത്ര മെസ്സേജും വചനം കേട്ടിട്ടും മാനസാന്തരമില്ല. ഹല്ലേലൂയ. അപ്പം എന്താ അതിന് കാരണം? യഥാർത്ഥമായ മാനസാന്തരം നിനക്ക് വന്നിട്ടില്ല. യഥാർത്ഥമായ മനസ്സ് ഉരുകുന്ന അനുഭവം നിനക്ക് വന്നിട്ടില്ല. നീ ഇതുവരെയും ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. നീ മനുഷ്യനെയാണ് ദൈവമായി കാണുന്നത്. എന്നാൽ ദൈവത്തെ ആശ്രയിക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വന്നാലും അവര് ഓടിപ്പോകത്തില്ല. അവർ ഉടനെ റൂം അടച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അവരും ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. അവരോട് ദൈവം സംസാരിക്കും. അവർ ബൈബിൾ തുറന്ന് വായിക്കും. അവർ മുട്ടുമടക്കും. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അവർ ആരാധിക്കാൻ തുടങ്ങും. അവരുടെ എത്ര വലിയ വിഷയം അരമണിക്കൂർ കഴിയുമ്പോൾ അത് മാറി അവർ എഴുന്നേക്കും. യഹോവയിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. അവന്റെ മുഖത്ത് നോക്കിയവർ ആരും ലജ്ജിച്ച് പോയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗസ്റ്റ് ഭാഷന്മാർ വരുമ്പോൾ വെളിയിൽ ചെന്ന് അവരെ നമ്പർ ചോദിക്കുക. അവർ ഇവരുടെ നമ്പർ എടുക്കുക. ഒരുപാട് ഭാഷന്മാർ വരും, നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ചർച്ചിൽ പലരെയും നമ്മൾ വിളിക്കും. പക്ഷെ അവർ വന്ന് നിങ്ങളെ നിന്ന് നമ്പർ ചോദിക്കുകയാണെങ്കിൽ ഓർക്കുക, അവൻ ലോക ഫ്രോഡാണ്. ഒരു സഭയിൽ പോകുന്ന ഒരു വ്യക്തിയെ മറ്റൊരു ഭാഷ വിളിക്കുകയാണെങ്കിൽ അവൻ ഫ്രോഡാ. മറ്റുള്ളവരാരെങ്കിലും പ്രസവിച്ചിട്ടിരിക്കുന്ന കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്ന കള്ളരാ. ഹല്ലേലൂയ. അത് മനസ്സിലാക്കുക. 2, ഇവിടെ വരുന്നവർ വേറൊരു
പാസ്റ്ററുടെ നമ്പർ ചോദിച്ച് കൂടെ പോകണമെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി ഒരു കുറുനരിയേക്കാളും ചെന്നായേക്കാളും മ്ലേച്ഛമായ വിശ്വാസിയാണ്. സ്വന്തം അപ്പനെ വഞ്ചിക്കുന്ന വിശ്വാസി രക്ഷപ്പെടുവോ? ഒരു നാളും രക്ഷപ്പെടാൻ പോണില്ല. ഹല്ലേലൂയ. നീ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കുക. നീ എന്നിനി നന്നാവും, രക്ഷപ്പെടും. നിന്നെ എത്രത്തോളം പാഷന്മാർ കൈപിടിച്ച് നടത്തും. നീ മന്ദബുദ്ധിയായ കുട്ടിയാണോ? നിനക്ക് ബുദ്ധിയില്ലേ? ബുദ്ധി വളർച്ചയില്ലേ? നമ്മളെ എങ്ങനെയാണ് കൊച്ചു കുട്ടികളെ കൊണ്ട് നടക്കുന്നത്? 5 വയസ്സ് വരെ, 4-5 വയസ്സ് വരെ അല്ലേ? ഇപ്പം 5 വയസ്സാവണ്ട. അതിനു മുമ്പ് ആ കുഞ്ഞ് നമുക്ക് മൊബൈലിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അത്രയ്ക്ക് ബോധം ബുദ്ധിയുള്ളവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ. നമുക്കറിയത്തില്ല എന്താണെന്ന്, പക്ഷേ അവർക്കെല്ലാം അറിയാം. വഴി പോകുന്ന എല്ലാ വണ്ടിയുടെ പേരും അവർക്കറിയാം, നമുക്കറിയില്ല. നമ്മളെ വണ്ടിയുടെ പേര് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ പിള്ളേരെ അത്രയ്ക്ക് ആ തലമുറകൾ വളർന്നു. പക്ഷെ വിശ്വാസികൾ ഇന്നും മന്ദബുദ്ധികളാണ്. ഹല്ലേലൂയ. അവർക്ക് സ്വന്തമായി നടക്കാൻ അറിയത്തില്ല. ആരെങ്കിലും എപ്പോഴും സഹായിക്കാൻ വേണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നീ മന്ദബുദ്ധിയായ വിശ്വാസിയാണോ? വളർച്ചയില്ലാത്ത വിശ്വാസിയാണോ? നിനക്ക് വളർച്ച ഉണ്ടെങ്കിൽ നീ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങും. നീ യഹോവയിൽ ആശ്രയിക്കാൻ എന്ന് തുടങ്ങുന്നുവോ അന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും. നീ ദൈവത്തിൽ എന്ന് ആശ്രയിക്കുന്നുവോ അന്ന് നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. നീ ഒരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ദൈവദാസന്മാർ, പ്രവാചകന്മാർ, അഭിഷിക്തന്മാർ നിന്നെ കൈപിടിച്ച് നടത്തും. നിന്നെ വിളിച്ചു ചോദിക്കും, സംസാരിക്കും, ആലോചന പറയും, ദൂത് പറയും, ബലപ്പെടുത്തും. നിന്റെ വീട്ടിൽ വരും, നിന്റെ കരച്ചിൽ മാറ്റാൻ നിന്റെ കൂടെ വരും. പക്ഷെ നീ വളരുന്നില്ല എങ്കിൽ എല്ലാവരും നിന്നെ കൈവിടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലരുടെ ലൈഫിൽ വിടുതലില്ലാത്തതിന് കാരണം എന്താണെന്ന് അറിയാം? ദൈവം പറയും, ഇവൻ എന്നോട് ചോദിക്കട്ടെ, ഇവൻ എന്നോട് സംസാരിക്കട്ടെ. ഇവൻ എന്തിനാ നാട്ടുകാരോടൊക്കെ ദൂതും കേട്ട് കിടക്കുന്നത്? നീ എന്നോട് ചോദിക്ക, ഞാൻ നിന്റെ അപ്പനല്ലേ? നിനക്കെന്തുകൊണ്ടാണ് എന്നോട് സംസാരിക്കാൻ ഇത്ര വിമുഖത? നിനക്കെന്താണ് ഇത്ര ജാള്യത? നീ പാപിയാണെന്നുള്ള ബോധം, കുറ്റബോധമാണോ? നിനക്ക് കഴിവില്ല എന്നുള്ളതാണോ? നീ എന്നോട് സംസാരിക്ക, ഞാൻ നിന്നോട് സംസാരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തോട് നേരിട്ട് ചോദിക്ക, ദൈവം നിനക്ക് മറുപടി തരും. ഹല്ലേലൂയ. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ എല്ലാ വിഷയങ്ങളും മാറും. നീ എന്നാണ് വളരുന്നത് കാത്ത് ദൈവം ഇരിക്കുക, യഹോവയിൽ ആശ്രയിക്കുക. യെശയ്യാവിന്റെ പുസ്തകം, ഹല്ലേലൂയ, സ്തോത്രം, 42:13 വായിച്ചേ. അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവന്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ. യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന യഹോവ ഒരു വീരനെ പോലെ നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരും. വായിച്ചോ. യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും, ഒരു യോദ്ധാവിനെ പോലെ തീക്ഷ്ണതയെ ജ്വലിപ്പിക്കും. അവൻ ആർത്തു വിളിക്കും, അവൻ ഉച്ചത്തിൽ ആർക്കും, തന്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും. ഞാൻ ബഹുകാലം മിണ്ടാതിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ അതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഒരു വീരനെ പോലെ ദൈവം നിനക്ക് വേണ്ടി ചാടിയാൻ കറങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ് നമ്മൾ വാ തുറന്ന്. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്ന് ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഒരു അമ്മ, അപ്പനും അമ്മയും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ദിവസം അതിന് ആ കുഞ്ഞ് വാ തുറന്ന് അപ്പ അമ്മ എന്ന് വിളിക്കുന്നതല്ലേ? വ്യക്തതയില്ലാത്ത വായും നാവോടുകൂടി ആ കുഞ്ഞ് അമ്മ എന്ന് വിളിക്കുന്ന ആ സെക്കൻഡിന് വേണ്ടി ആ അമ്മ എന്ന് വിളിക്കുന്നത് അമ്മയുടെ കണ്ണിൽ കൂടെ കുടുകൂടാ കണ്ണുനീര് വരും അല്ലേ? 2 അപ്പ എന്ന് വിളിച്ച് ചാടി വീഴുമ്പോൾ അപ്പൻ എത്ര കഠിന ഹൃദയനാണെങ്കിലും അവൻ്റെ ഹൃദയം ഉരുകിപ്പോവും. ഇതുപോലെയാണ് ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നിന്റെ വായ് തുറന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും, ഗ്രാമർ ഇല്ലെങ്കിലും, ഒരു ഭാഷ ഇല്ലെങ്കിലും, അപ്പാ പിതാവേ എന്ന് വിളിച്ച് നീ കരഞ്ഞുകൊണ്ട് ആ കർത്താവിനോട് സംസാരിക്കാൻ വാ തുറക്കുമ്പോൾ എന്റെ സ്വർഗത്തിലെ ദൈവം ചാടി സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവൻ നിന്നോട് പറയും, അരുളി ചെയ്യും, വീരനെ പോലെ അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി നിന്നെ കയറങ്ങളിൽ എടുത്തുയർത്തി നിന്റെ ശത്രുക്കളെ തകർത്ത് നിന്നെ എഴുന്നേൽപ്പിച്ച് നിന്റെ കൈ പിടിച്ച് നടത്തുന്ന ഒരു ദൈവം.
എത്ര സന്തോഷമാണെന്നറിയാമോ? സ്വന്തം മക്കൾ അപ്പനോട് സംസാരിക്കുന്നതിനിടെ അപ്പം വെയിറ്റ് ചെയ്യുന്നത്. നീ എത്ര ചെളിയിൽ വീണാലും എത്ര വൃത്തികേടാറ്റ് കിടന്നാലും അപ്പനും അമ്മയും കുറേ ഓസൊക്കെ കൊണ്ട് ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് പിന്നെ കുഞ്ഞിനെ അടിച്ച് വൃത്തിയാക്കിയിട്ടാണോ എടുക്കുന്നത്? ആണോ? നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങളുടെ മക്കൾ പെട്ടെന്ന് 2, 3, 4 വയസ്സിനായ പിള്ളേർ ചെളിയിലൊക്കെ വീണ് അല്ലെങ്കിൽ മലമൂത്ര വിസർജനമൊക്കെ ചെയ്ത് വളരെ വൃത്തിയായിട്ട് കിടക്കുക, നാട്ടുകാരും എടുക്കത്തില്ല. അപ്പം നിങ്ങൾ ഉടനെ ഫയർഫോഴ്സ്, ഹലോ എൻ്റെ മകൻ ഇവിടെ വൃത്തികേടായിട്ട് കിടക്കുക, അവനെ ഒന്ന് വൃത്തിയാക്കി തരണം. അതങ്ങനെയാണോ? എന്താ പറയുക, എത്ര വൃത്തികെട്ട അവസ്ഥയിൽ കിടന്നാലും അമ്മയും അപ്പനും ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ വാരിയെടുക്കാം. ഇതാ അപ്പന്റെ സ്നേഹം, ഇതാ സ്വർഗസ്ഥനായ പിതാവിന്റെ നിന്നോടുള്ള സ്നേഹം. യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു. നീ എത്ര ചെളിയിൽ കിടന്നാലും, നീ എത്ര പാപത്തിൽ കിടന്നാലും, കടും ചുവപ്പ് നിറമുള്ള പാപത്തിൽ കിടന്നാലും, എന്റെ കർത്താവ് നിന്നെ ഓടി വന്ന് എടുത്ത് ചുംബിച്ച് കെട്ടിപ്പിടിച്ച് നിനക്ക് പുതിയ വസ്ത്രത്തെ തന്ന്, നിന്റെ വിരലിൽ മോതിരമിട്ട് നിനക്ക് പുതിയ ചെരുപ്പ് തന്ന്, നിനക്ക് വേണ്ടി കാളക്കുട്ടിയെ അറുത്ത് വിരുന്ന് കഴിക്കുന്ന ഒരു ദൈവം. അതാ നമ്മുടെ ബൈബിളിലെ ദൈവം. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇത്രത്തോളം പ്രാഗൽഭ്യത്തോടെ യേശുവിന് വേണ്ടി നിൽക്കുന്നത്. ചെളി വെള്ളത്തിൽ വീണ് അഴുക്ക് ചാലിൽ വീണ് ഓടയിൽ കിടന്ന നമ്മളെ പൊക്കിയെടുക്കാൻ ലോകത്ത് ഒരു മനുഷ്യനുമില്ലായിരുന്നു, യേശു മാത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദിന് ഈ വെളിപ്പാടുണ്ടായിരുന്നു. ദാവീദിന് എന്തൊക്കെ സംഭവിച്ചു? ദാവീദിന് മീഖൾ തള്ളിക്കളഞ്ഞു, അപ്പം തള്ളിക്കളഞ്ഞു, സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞു, എല്ലാവരും തള്ളിക്കളഞ്ഞു, കൂടെയുള്ള ആരുമില്ല. മരുഭൂമിയിലാ, അഭിഷേകമുള്ളവനാ. പിന്നെ മറ്റേ നമ്മുടെ മല്ലനായ ഗോലിയാത്ത് വന്ന് നിൽക്കുക. അപ്പോൾ ദാവീദ് എന്താ ചെയ്തത്? അപ്പൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഓടിയത്, അമ്മയുടെ പേര് പറഞ്ഞ, സഹോദരൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഞാൻ ഭയങ്കരനാണ്, ഞാൻ ഭീകരനാണ്, ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാണ് ഓടിയത്. അല്ല, അവൻ വന്നത് ശാപവാക്യം പറഞ്ഞുകൊണ്ട് ഗോലിയാത്ത് 10-40 വർഷത്തെ അഭ്യാസമൊക്കെ പഠിച്ച് അവൻ നെഞ്ചും പിരിച്ച് അഭിഷേകമുള്ള ദാവീദിനെതിരായി വില്ലും കൊലച്ച് വരിക, വാളും എടുത്ത് വരിക. ആ വാള് ദാവീദിന് എടുക്കാൻ പറ്റുമോ? ഇല്ല. ദാവീദൊരു കൊച്ചു അഭിഷേകമുള്ളവൻ, അവന് അഭിഷേകമുള്ളൂ, അവനൊരു ഒരിക്കലും ഈ പുള്ളിയെ അടിക്കാനുള്ളതില്ല. പക്ഷേ ദാവീദ് ദൈവത്തിൻ്റെ നാമത്തെ പറഞ്ഞു. ഈശായിയുടെ പേരല്ല പറഞ്ഞത് യഹോവയുടെ നാമം. ഹല്ലേലൂയ. ഞാൻ നിനക്ക് വിരോധമായി വരുന്നത് ഗോലിയാത്തെ എന്റെ മസിൽ പവറിന്റെ ശക്തിയിലല്ല, എന്റെ ബുദ്ധിയിലല്ല, എന്റെ കഠിനമായ ഹൃദയത്തിന്റെ അകത്തെ ആ ശക്തിയിലല്ല. ഞാൻ വരുന്നത് എന്താണെന്ന് അറിയാമോ? നീ എത്ര വലിയവനാണെങ്കിലും നിനക്ക് വിരോധമായി ഞാൻ വരുന്നത് എന്റെ യേശുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ. ഞാൻ യേശുക്രിസ്തുവിന്റെ നാമം ചുമക്കുന്നവനാണ്. ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഗോലിയാത്തേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിനക്ക് വിരോധമായി വരുന്നു. എത്ര വലിയ പ്രശ്നങ്ങളും എത്ര വലിയ വിഷയങ്ങളും യഹോവയിൽ ആശ്രയിക്കുന്നവൻ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, യേശുവിന്റെ നാമത്തിൽ ആശ്രയിക്കുന്നവൻ, നീ പേടിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ മതി. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഹേ പിശാചേ, നിനക്ക് വിരോധമായി ഞാൻ വരുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്ക് വിരോധമായി വരുന്നടാ ദുഷ്ട പിശാചേ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. എനിക്ക് വേറൊരു നാമമില്ല. എനിക്ക് ഇവിടുത്തെ മെമ്പറിന്റെ നാമം അറിയില്ല, മുഖ്യമന്ത്രി എനിക്കില്ല, പ്രധാനമന്ത്രി എനിക്കില്ല, ഇവിടെയുള്ള ഒരുത്തന്റെയും സഹായം എനിക്ക് വേണ്ട. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിനക്ക് വിരോധമായി വരുന്നു. ഗോലിയാത്തെ, എത്ര വലിയ വിഷയം, കേസാണോ വഴക്കാണോ പ്രശ്നമാണോ, എത്ര വലിയ വിഷയവും ഏത് മല പോലെയുള്ള വിഷയങ്ങളും ഇന്ന് പകൽ ആത്മാവിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അത് നിന്റെ മുമ്പിൽ എന്നേക്കുമായി തകരും.
ഹല്ലേലൂയ. Amen. പ്രൈസ് ദി ലോർഡ്. Hallelujah. വെളിപ്പാടുള്ളവൻ കർത്താവിന്റെ നാമം എടുക്കും. Amen. നാട്ടിൽ കിടക്കുന്നവരുടെ നാമമൊന്നും എടുക്കൂല. എനിക്ക് അവരെ അറിയാം കുറെ ഇതുകൊണ്ട്. പക്ഷെ നിനക്കൊരു വിഷയം വന്ന ഒരുത്തരും കാണൂല. Amen. നിനക്കത് വിളിച്ച് അവിടെ ചെന്ന് പറയാനും പറ്റൂല. Amen. ഹല്ലേലൂയ. Hallelujah. നിനക്കൊരു വിഷയം വന്ന കർത്താവേ ഉള്ളൂ എന്ന് നീ ഒരിക്കൽ എന്ന് മനസ്സിലാക്കുന്നുവോ Hallelujah. അന്ന് നീ ഒരു ആത്മീകനായി മാറും. Amen. നിനക്കൊരു വിഷയം വന്നാൽ നിന്റെ കൂടെ യേശുവേ ഉള്ളൂ. Amen. വേറെ ആരും നിനക്ക് നീ ആശ്രയിക്കരുത്. Amen. നീ ലജ്ജിച്ചു പോകും. Hallelujah. നീ കർത്താവിൽ ആശ്രയിക്ക. Amen. നീ കർത്താവിൽ ആശ്രയിക്കാൻ പഠിക്ക. Amen. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Amen. മൂന്ന്, ദൈവത്തിന്റെ ജയം ഉണ്ടാകണമെങ്കിൽ എന്ത് സംഭവിക്കണം? പ്രാർത്ഥിക്കണം, Amen. വചനം എടുക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. ആശ്രയിക്കണം. മൂന്ന്, നീ യഹൂദനാണെങ്കിൽ നിന്നെ ആരും ജയിക്കയില്ല. Amen. എസ്തേറിന്റെ പുസ്തകം 6:13 വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, മോർദെഖായിക്ക് വിരോധമായി ഹാമാൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. എസ്തേറിന്റെ മോർദെഖായിക്ക് എതിരെ. എന്നാൽ അവിടെ പറയുകയാണ്, നീ യഹൂദനാണോ? ആരാ പറയുന്നതെന്ന് അറിയാമോ? ഹാമാന്റെ ഭാര്യ. ഹാമാന്റെ ഭാര്യ. അതായത് മോർദെഖായിയെയും എസ്തേറിനെയും കൊല്ലാൻ ഹാമാൻ എഴുന്നേറ്റപ്പോൾ, അവന് വേണ്ടി കഴുകുമരം ഉണ്ടാക്കിയിട്ട് പോയപ്പോൾ വീട്ടിൽ ചെന്ന് ഉണ്ണാൻ ഉച്ചയ്ക്ക് 2:30 ഇരുന്നു. ഹല്ലേലൂയ. ഭാര്യ വന്ന് ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് ഹാമാനോട് പറഞ്ഞു, അതാണ് ബോധവും ബുദ്ധിയുള്ള ഭാര്യമാരാണെങ്കിൽ ഭർത്താവ് തട്ടിപ്പോകുന്നതിന് മുമ്പ് പറഞ്ഞ് മനസ്സിലാക്കും. നാബാലും ഉണ്ടായിരുന്നു ഒരു ഭർത്താവ്, അഹങ്കാരം നികുളം പിടിച്ചൊരു നാബാലുണ്ടായിരുന്നു. ദാവീദിനെതിരായിട്ട് എഴുന്നേറ്റു. ഭാര്യ പറഞ്ഞു, എടാ മടയാ, നീ ചാവാൻ നേർത്താണ് നിനക്ക് അഭിഷിക്തനോട് മുട്ടാൻ. നാട്ടുകാരെല്ലാം മുട്ടി, ഇപ്പം പിന്നെ അഭിഷിക്തനെ കൂടെ മുട്ടാൻ വന്നിരിക്കുക. ലോകത്തുള്ള എല്ലാവരും വഴി പോകണവനും വരണവനും എല്ലാവരുടെയും മുട്ടി അവസാനം ചില ആൾക്കാർ അഹങ്കാരം നികുളം പിടിച്ചോ മരിച്ച് ആവാ സമയമാകുമ്പോൾ അഭിഷിക്തന്മാരോട് മുട്ടാൻ വരും. അങ്ങനെ നാബാല് ദാവീദിനെതിരായി മുട്ടാൻ എഴുന്നേറ്റു. അഭിഷേകമുള്ള ഭാര്യ പറഞ്ഞു, അബിഗയിൽ പറഞ്ഞു, വിവരമുള്ളവളായതുകൊണ്ട് പറഞ്ഞു, നീ മുട്ടിയത് വേറെ ആൾ മാറിപ്പോയി, നിന്റെ അവസാനമായി. തിരിച്ചു വരുന്നതിന് മുമ്പ് ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു നാബാല്. അതുപോലെ തന്നെ ഇവിടെ ആരാണ്? ഹാമാൻ. ഹാമാന്റെ ഭാര്യ വെളിപ്പാടും വിവരമുള്ളവളാണ്. ഹാമാൻ വന്ന്, എടി 2:30 വൈകുന്നേരം ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? സിംഹാസനത്തിലിരിക്കും. ഇപ്പം മോർദെഖായിക്കുള്ള കഴുകുമരവും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പക്ഷത്താണ് രാജാവ്. ഞാൻ സകല പരിപാടി ചെയ്തിട്ടുണ്ട്. നോക്കിക്കോ, അവൻ്റെ കാര്യം തീരും. അപ്പോൾ ഭാര്യ മുട്ടക്കറിയും ചീര തോരനും ഒക്കെ അങ്ങോട്ട് ഒഴിച്ച് ഹാമാൻ്റെ അടുത്ത്, ചേട്ടാ എന്തോ, വളരെ മൃദുവായി സംസാരിക്കും, അല്ലെങ്കിൽ ചാടി വീഴുന്ന ഇവളെ അടിക്കും. അതുവരെ വിളിക്കാതെ ചേട്ടാന്ന് വേറെ എന്തൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ഇവള് അന്ന് ചേട്ടാ, അച്ചായ, അച്ഛാ എന്നൊക്കെ വിളിച്ചു. അവിടെ വിളി കേട്ടപ്പോൾ ഭാര്യ വിഴുങ്ങിക്കൊണ്ടിരുന്നവൻ തെരഞ്ഞു നോക്കി, പറ എന്ന് പറഞ്ഞു, അവൻ യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ പറഞ്ഞ, യഹൂദനാണെങ്കിൽ, വളരെ പതുക്കെ ഹാമാന്റെ ഭാര്യ പറഞ്ഞതുപോലെ പറ, അവൻ യഹൂദനാണെങ്കിൽ, അവൻ ദൈവ പൈതലാണെങ്കിൽ, അവൾ ദൈവജനമാണെങ്കിൽ, പൊന്നു മോനെ, നിന്റെ അവസാനമാ. നീ തിന്നോ, വൃത്തിയാറ്റ് തിന്നോ, വാരി വിഴുങ്ങിക്കോ, ഇത് നിന്റെ അവസാനത്തെ തീറ്റിയാ. പ്രൈസ് ദി ലോർഡ് എന്ന് അവൾ പറഞ്ഞത്. ഞാൻ അങ്ങ് വിശദീകരിച്ച് പറഞ്ഞതേ ഉള്ളൂ. അവൾ പറഞ്ഞില്ല, പറഞ്ഞ അവൾ അവസാനമാവും. അതുകൊണ്ട് അവൾ പറഞ്ഞു, അവൻ യഹൂദനാണെങ്കിൽ. ഇന്ന് ഇതിനകത്ത് ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടോ ഈ ദൂത് കേൾക്കുന്നത്? നീ ദൈവ പൈതലാണോ? നിനക്ക് വിരോധമായി കഴുകുമരം ഉണ്ടാക്കിയ ഹാമാൻ, നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിന്നെ ജയിക്കാൻ ഒരു ഹാമാനും. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി. നിനക്ക് വിരോധമായി കഴുകുമരം ഉണ്ടാക്കുന്നവന്റെ അവസാനം വരിക. അഭിഷേകമുള്ളവർ വെളിപ്പാട് മനസ്സിലാക്കി ശത്രുവിന്റെ അധഃപതനം തുടങ്ങിയ, നിനക്ക് വിരോധമായി ഗൂഢാലോചന ചെയ്യുന്ന സകല ശത്രു
ഹല്ലേലൂയ. ഭൂമിയിൽ നിന്ന് വ്യക്തി ദൂരെ കളയട്ടെ. ഉദകവരവ ശന്തലവ രക്ഷഭാരവ റീഭാരാശാധു റീശി റീഭാഭാഭ. ഓ യെസ് യെസ് യെസ്. ഉഠാ മനാ ഭരാശധു റീശി റീഭാഭാഭ. ഹൃദയത്തിന്റെ പരിച്ഛേദനയുള്ളവൻ യഹൂദൻ. യെസ്. ദൈവജനമേ, നീ പേരിൽ ദൈവജനമായിട്ട് കാര്യമില്ല. റോമർ 2:28 പറയുന്നു, പേര് കൊണ്ട് യഹൂദനായിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ഫിലിപ്പിയർ 3:3, റോമർ 2:28. ആരാ ദൈവജനം? യഹൂദൻ. പറ, വായിക്ക. അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘനമായ നിന്നെ അവൻ വിധിക്കയില്ലയോ? പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനത്രേ യഹൂദൻ. പുറമേ കുറെ പരിപാടികളൊക്കെ ചെയ്ത് ഞാൻ ദൈവ പൈതലാണ്, ദൈവ മക്കളാണെന്ന് പറഞ്ഞ് ഭരതനാട്യം കുച്ചിപ്പൊടിയൊക്കെ കാണിച്ച് നടന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായോ? പുറമേ ഉള്ള വസ്ത്രമൊക്കെ മാറ്റി മീശ എടുത്തുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നീ പുറമേ എന്തൊക്കെ ചെയ്ത് കാട്ടിയിട്ടും ദൈവം പറയുന്നു നീ യഹൂദനല്ല, ദൈവ പൈതലല്ല. പക്ഷേ നിന്റെ ഹൃദയത്തിനകത്തൊരു പരിച്ഛേദന ഉണ്ടെങ്കിൽ ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് നീ ആ ദൈവ പൈതൽ. നിന്റെ ഹൃദയത്തിനകത്തൊരു രൂപാന്തരം ഉണ്ടാകണം, മാനസാന്തരം ഉണ്ടാകണം. പഴയതെല്ലാം നീ എടുത്ത് ദൂരെ കളയണം, എന്നിട്ട് നിന്റെ ജീവിതം മാറണം. അങ്ങനെയെങ്കിൽ നിന്നെ ഒരുത്തനും ജയിക്കാൻ പോകുന്നില്ല. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയായിട്ട് കാര്യമില്ല. നാട്ടുകാരെ കാണിക്കുമ്പോ എവിടെ പോകുന്നു? പള്ളിയിൽ പോകുന്നു. സ്വഭാവോ? വീട്ടുകാർക്കും സമാധാനം കൊടുക്കൂല, നാട്ടുകാർക്കും സമാധാനം കൊടുക്കൂല, ചർച്ചിൽ വന്നാലും മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കൂല. ഇതാണോ നീ ക്രിസ്ത്യ വിശ്വാസി? ഇതാണോ ദൈവമക്കള്? മടുത്തു. എല്ലാവർക്കും മടുത്തിരിക്കുന്ന വ്യക്തികളുണ്ട്. സ്വഭാവം കൊണ്ട് ഒരിക്കലും നന്നാവാൻ സാധ്യതയില്ല. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്. നീയാണോ ക്രിസ്ത്യാനി? നീ ബൈബിൾ എടുക്കരുത്, നീ ദൈവസഭയിൽ വരരുത്. പ്രൈസ് ദി ലോർഡ്. കാരണം നീ വന്നുകൊണ്ട് ശാപം ഇരട്ടിക്ക് ഇരട്ടിയായി നിന്റെ ശാപം കയറിക്കൊണ്ടിരിക്കുക. നീ ഓരോ നാളും ശാപം മൂക്കിപ്പൊടി കയറ്റുന്നത് പോലെ നിന്നെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുക. നിന്റെ അവസാനം ഭയങ്കരമായി മാറും. അതുകൊണ്ട് നീ ശാപഗ്രസ്തനായി മാറാതെ നീ എന്ത് ചെയ്യണം? ഹൃദയത്തിനകത്തൊരു പരിച്ഛേദന നിനക്കുണ്ടാകണം. നീ മാനസാന്തരപ്പെടണം. നീ പുറമേ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ആരാധനയ്ക്ക് വരരുത്. ഹല്ലേലൂയ. നിനക്കൊരു മാനസാന്തരം ഉണ്ടാകട്ടെ, രൂപാന്തരം ഉണ്ടാകട്ടെ, ഹൃദയ പരിച്ഛേദന ഉണ്ടാകട്ടെ. നീ എന്തെങ്കിലും ഒന്ന് നന്നാകാൻ വേണ്ടി സകലരും വെയിറ്റ് ചെയ്യുക. സ്വർഗം നിനക്ക് വേണ്ടി കാത്തിരിക്കുക, നിന്റെ മാനസാന്തരത്തിന് വേണ്ടി. ഹൃദയ പരിച്ഛേദന ഉള്ളവനാണ് ദൈവത്തിന്റെ പൈതൽ. ഹൃദയ പരിച്ഛേദന ഇല്ലാത്തവൻ പേരിന് ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞ് നടക്കേ ഉള്ളൂ. അവനെ അല്ല ദൈവം, അവന്റെ പക്ഷത്ത് ദൈവം നിൽക്കത്തില്ല. എന്നാൽ ഇന്ന് പകൽ ഹൃദയ പരിച്ഛേദനയോടെ, താഴ്മയോടെ, സൗമ്യതയോടെ തന്നെത്താൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നിഗളികളും അഹങ്കാരികളോടും ദൈവം എതിർത്ത് നിൽക്കുന്നു. ഹൃദയത്തിന്റെ പരിച്ഛേദന ഉള്ളവനെ ഇന്ന് പകൽ ആത്മാവ് ദൈവ പൈതലേ, നിന്റെ കൂടെ ദൈവമുണ്ട്. നിന്നെ ജയിക്കാൻ ഒരു ഹാമാനും സാധിക്കയില്ല. ശദ്രക്, മേശക്, ദാനിയേൽ അടക്കമുള്ളവരെല്ലാം യഹൂദനെ ജയിക്കാൻ ആർക്കും പറ്റത്തില്ല. നീ ദൈവത്തിന്റെ അഭിഷിക്തന്മാരാണോ? പ്രാർത്ഥിക്കുന്നവനാണോ? വചന വെളിപ്പാടുള്ളവനാണോ? നീ ദൈവമായിട്ട് ബന്ധമുള്ളവനാണോ? നിന്റെ പാപത്തെ, ദൈവസന്നിധിയിൽ ലംഘനങ്ങളെ മറച്ചു വയ്ക്കാതെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനാണോ? നീ കരഞ്ഞാൽ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങും. നിന്നെ ജയിക്കാൻ ഒരു ഹാമാനും പറ്റില്ല. ഒരു ദുഷ്ടപിശാചിനും നിന്നെ ജയിക്കാൻ പറ്റത്തില്ല. ഒരു മന്ത്രവാദവും ഒരു ആഭിചാരവും നിനക്ക് സംഭവിക്കയില്ല. ഒരു എതിർ പ്രാർത്ഥനയും നിന്നെ തൊടുകയില്ല. ഒരു ദോഷവും നിനക്ക് വരികയില്ല. പാമ്പുകളെയും തേളുകളെയും
ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഇന്ന് പകൽ ആത്മാവ് നിനക്ക് തരിക. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ യഹൂദനെ ജയിക്കാൻ, ഏറ്റവും ലാസ്റ്റ് സഭയെ ജയിക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നീ ദൈവസഭയാണോ? എഴുന്നേറ്റ് നിൽക്ക, എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവത്തിന്റെ സഭയെ ജയിക്കാൻ, ദൈവസഭയെ ജയിക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഇവയൊന്നും നിന്നെ തൊടുകയില്ല, ഒരു ദോഷവും നിനക്ക് വരികയില്ല. കരങ്ങളെ ചേർത്തടിച്ച് ആത്മനിറവില് എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ വാക്കു ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം, എന്റെ വാക്കു ജയം മാത്രം, എന്റെ ലക്ഷ്യം. ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ച് എഴുന്നേൽക്ക, എഴുന്നേൽക്ക, യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്ക, 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 യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്ക. തോൽവിയില്ല, തോൽവിയില്ല, തോൽവിയെ കുറിച്ചുള്ള തോൽവിയില്ല ഇനി എന്റെ ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ വാക്കു ജയം മാത്രം, ദൈവാനാ ശരീരമേ ജീവൻ പ്രാപിക്ക, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്ക, ശരീരമേ ജീവൻ പ്രാപിക്ക, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്ക, നാഡീഞരമ്പുകൾ ജീവൻ പ്രാപിക്ക, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്ക, നാഡീഞരമ്പുകളെ ജീവൻ പ്രാപിക്ക, യേശുവിൻ നാമത്തിൽ കരഘോഷങ്ങളോടെ ദൈവസഭയെ ജയിക്കാൻ, നിന്നെ ജയിക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. എഴുന്നേൽക്കാം, യേശുവിൻ നാമത്തിൽ തോൽവിയില്ല, ഇനി തോൽവിയില്ല, തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട, തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ ചിന്ത ജയം മാത്രം, ഹല്ലേലൂയ ജീസസ് ജീസസ്. ജയം മാത്രം, ജയിച്ചവരുടെ കൂട്ടം, ദൈവം നൽകും ജയിച്ചവരുടെ കൂടെ ഉള്ളവർ ജയാളികൾ, ജയാളികൾ കരഘോഷത്തോടെ വായികളെ തുറന്ന് സന്തോഷത്തോടെ നൃത്തത്തോടെ. എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, ഓ ജീസസ്, എന്റെ ചിന്ത ജയം ഗ്ലോറിയസ് ലോർഡ്, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ വാക്കു ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, Oh, hallelujah, Rigamana Shadala Baro, Ribaraba Shabara Rimana Baro, hallelujah, Ribaraba Shadara Baro.
Rivarabashada Labaro, Riva Shira Bhara Bhara Shabara Himana Himana Haraba Hagada Labara Rabara Shabara Himana Haraba Shabara Rabara Udara Shabara Riva Shira Varaksha Riva Shira Varaksha. Oh, Shakti or Anya Shabara Malavela Isabelia Shaktigale Chavuti Tagarto Satruvinde Sagala Shaktigale മന്ത്രവാദങ്ങളെ ആഭിചാരങ്ങളെ ദൈവസഭയെ തൊടാൻ സാധിക്കയില്ല. ശത്രുവിന് പിശാചേ, ശത്രുവിന് നിന്നെ തൊടുവാൻ അധികാരമില്ല. യേശു നിന്റെ പക്ഷത്തുണ്ട്, യേശു നിന്റെ പക്ഷത്തുണ്ട്, യേശു നിന്റെ പക്ഷത്തുണ്ട്, യേശു നിന്റെ പക്ഷത്തുണ്ട്. ഗ്ലോറി ഗ്ലോറി. ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ മക്കൾ, സ്വന്തം ജനം ആരാധിച്ചോട്ടെ. ദൈവത്തിന്റെ സ്വന്തം ജനം, ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടുള്ള ജനം ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചോട്ടെ. Glory. Oh Jesus, Jesus. അപ്പനെ ആരാധിച്ച്, അപ്പനെ ആരാധിക്കാൻ, അപ്പനെ ആരാധിക്കാൻ, അപ്പനെ ആരാധിക്കാൻ. Holiness, 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 holiness.